യേശുമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പ്രിയമുള്ളവരെ, പരിശുദ്ധ അമ്മയോടും വിശുദ്ധ യോസേപ്പ് പിതാവിനോടും സകല വിശുദ്ധരോടും സകല മലാഹമാരോടും ചേർന്ന് നമ്മളെ പൂർണ്ണമായിട്ട് ഉൾക്കൊള്ളുന്ന, നമ്മളെ പൂർണ്ണമായി സ്നേഹിക്കുന്ന, നമ്മുടേത് മാത്രമായിരിക്കാൻ ആഗ്രഹിക്കുന്ന, നമുക്ക് വേണ്ടി മാത്രമായിരിക്കുന്ന, നമ്മളെ ഓരോരുത്തരെയും വ്യക്തിപരമായിട്ട് സ്നേഹിക്കുന്ന, നമ്മളെക്കാൾ അധികം നമ്മളെ അറിയുന്ന നമ്മുടെ പിതാവിൻ്റെ അനന്തമായ കാരുണ്യത്തെ പ്രതി നമുക്ക് അവിടുത്തെ ആരാധിക്കാം. പരിശുദ്ധനായ ദൈവമേ, പരിശുദ്ധനായ ബലവാനെ, പരിശുദ്ധനായ അമർത്തിനെ, ഞങ്ങളുടെ ലോകം മുഴുവൻ്റെ മേൽ കരുണയായിരിക്കണമേ. വിശുദ്ധ ഫൗസ്റ്റീനയുടെ ഡയറി കുറിപ്പുകളിൽ 209 സന്ദേശം: എൻ്റെ സഹനങ്ങളിൽ ഞാൻ സൃഷ്ടികളിൽ നിന്ന് സഹായം തേടിയിരുന്നില്ല, എനിക്കെല്ലാം ദൈവമായിരുന്നു, എന്നിട്ടും കർത്താവ് എന്നെ ശ്രദ്ധിക്കുന്നില്ലെന്ന് പലപ്പോഴും തോന്നിയിരുന്നു. ജീവിതത്തിൽ ആത്മീയതയിൽ നമ്മൾ മുന്നോട്ട് പോകും തോറും ജീവിതത്തിൻ്റെ സഹനങ്ങൾ നമ്മുടെ ചുറ്റും കൂടുതൽ കൂടുതൽ തീവ്രമായിട്ട് നമുക്ക് അനുഭവപ്പെടുന്ന സാഹചര്യങ്ങൾ ചിലരുടെയെങ്കിലും അനുഭവമാണ്. ജീവിതത്തിൻ്റെ ചില പ്രതിസന്ധി ഘട്ടങ്ങളിൽ നമ്മളിങ്ങനെ ഒരുപക്ഷെ ആ, പരിഭവിക്കുന്ന ഒരു മുഹൂർത്തം, ഒരനുഭവം ഏവരുടെയും ജീവിതത്തിലുണ്ട്. ഇത്രയേറെ ഞാൻ നിന്നോട് ചേർന്ന് നിന്നിട്ടും എൻ്റെ ഈശോയെ, എൻ്റെ ജീവിതത്തിൽ ഇങ്ങനെയൊക്കെ സംഭവിച്ചല്ലോ. ചിലപ്പോഴെങ്കിലും നമ്മൾ വളരെ വേദനയോടെ ഓർമ്മിക്കും, ഒരു കുഞ്ഞു തെറ്റുപോലും ചെയ്യരുതെന്ന് ഓർത്തിട്ട്, എൻ്റെ ജീവിതത്തിൻ്റെ ഒരു നിമിഷം പോലും പാഴാവരുതെന്ന് ആഗ്രഹിച്ചിട്ട്, എൻ്റെ ഈശോയെ, ഇന്ന് വരെ ഞാൻ ചിന്തിക്കുമ്പോൾ എൻ്റെ ജീവിതം ഒരു പാഴ്വേലയായില്ലേ. എന്നോടൊപ്പം ഉണ്ടായിരുന്ന പലരും എനിക്ക് മുൻപേ കയറിപ്പോയി. എന്നെ കഴിഞ്ഞും അതിൻ്റെ 10-1 സാഹചര്യങ്ങൾ പോലും അനുകൂലമായിട്ടില്ലാതിരുന്നവർ, എൻ്റെ അത്രയും പോലും ഒരുപക്ഷെ കഠിനാധ്വാനം ചെയ്യാത്തവർ, എൻ്റെ അത്രയും പോലും ഒരുപക്ഷെ വിജയങ്ങൾ കരസ്ഥമാക്കാത്തവർ ഇന്ന് എന്നേക്കാൾ മുമ്പിലായിരിക്കുന്നു. ആരെയും ഉപദ്രവിക്കാതിരുന്നിട്ടും, ആരെയും അറിഞ്ഞുകൊണ്ട് വേദനിപ്പിക്കാതിരുന്നിട്ടും, എൻ്റെ കർത്താവെ, ഞാൻ ഇപ്പോഴായിരിക്കുന്ന അവസ്ഥ എത്ര പരിതാപകരമാണ്. എൻ്റെ ചുറ്റുമുള്ളവർ എന്നെ നോക്കി പരിഹസിക്കുന്നു. എൻ്റെ തന്നെ മനസ്സാക്ഷിയിൽ എൻ്റെ വില നഷ്ടപ്പെടുന്ന സാഹചര്യത്തിൽ, എൻ്റെ ദൈവമേ, ഞാൻ മറ്റാരിലും സഹായം തേടിയിരുന്നില്ല, നീ മാത്രമായിരുന്നു എൻ്റെ ആശ്രയം. എന്നിട്ടും എൻ്റെ ദൈവമേ, എൻ്റെ ജീവിതത്തിൽ നിൻ്റെ സാന്നിധ്യം എനിക്ക് അനുഭവിക്കാൻ സാധിക്കുന്നില്ല. നീ എവിടെ പോയി? നിൻ്റെ വിജയം നൽകുന്ന കരം എവിടെയാണ്? നീ എനിക്ക് വേണ്ടി ഒരുക്കിയ പദ്ധതി എവിടെയാണ്? നിൻ്റെ ഹിതമല്ലാതെ മറ്റൊന്നും നിറവേറാൻ ഞാൻ ആഗ്രഹിച്ചില്ല. എന്നിട്ടും എന്തുകൊണ്ട് എൻ്റെ ദൈവമേ? ഇത്തരത്തിലുള്ള എത്രയെത്ര ചോദ്യങ്ങൾ നമ്മുടെയൊക്കെ മനസ്സിലൂടെ കടന്നു പോയിട്ടുണ്ട്. ഇതിനേക്കാൾ എത്രയേറെ കഠിനമായ അനുഭവങ്ങളിലൂടെയും മനോഭാവങ്ങളിലൂടെയും വാക്കുകളിലൂടെയും നമ്മൾ ദൈവത്തിന് മുമ്പിൽ പരിഭവിച്ചിട്ടുണ്ട്. ഈശോയോട് നമുക്ക് പറയാം, എങ്കിലും എൻ്റെ കർത്താവെ, മുമ്പിൽ അന്ധകാരം നിറയുമ്പോഴും നിൻ്റെ ശബ്ദം എനിക്ക് കേൾക്കാൻ സാധിക്കാതെ വരുമ്പോഴും എനിക്കറിയാം, നീ എന്നോട് സംസാരിക്കാതിരിക്കുകയില്ല. കാരണം നീ എനിക്ക് വേണ്ടിയാണ് ആയിരിക്കുന്നത്. നീ എനിക്ക് വേണ്ടിയാണ് മാംസം ധരിച്ചത്. നീ എനിക്ക് വേണ്ടിയാണ്, എൻ്റെ സഹനങ്ങളാണ് നീ ഏറ്റെടുത്തത്. നീ എനിക്ക് വേണ്ടിയാണ് ഇങ്ങനെ തന്നെ ഈശോയായിട്ട് അവതരിച്ചത്. അതുകൊണ്ട് എൻ്റെ ജീവിതത്തിൻ്റെ അനുഭവങ്ങളെ ഓർത്ത് ഞാൻ അസ്വസ്ഥപ്പെടുന്നില്ല. പകരം ഞാൻ നിന്നോട് ഒരേ ഒരു വാക്ക് പറയുന്നു: ഞാൻ നിന്നിൽ വിശ്വസിക്കുന്നു, ഞാൻ നിന്നിൽ ശരണപ്പെടുന്നു. നമ്മുടെ കർത്താവ് യേശു മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നാം എല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും.